السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നലെ പറഞ്ഞു വെച്ച കാര്യങ്ങളോട് അനുബന്ധമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇത് ഏകദേശം നമ്മൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. റഷീദിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. റഷീദ് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്രാഹിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ, ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതാണ്. ആ ഉദ്ധരണിയാണ് മേലെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? രാത്രിയുടെ ഇരുളിൽ തപ്പി തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ആ ശബ്ദത്തിൻ്റെ ഉടമ ഒരു ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടിയുടെ കയ്യിൽ പേടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്ന് ജബ്ബാർ മൗലവി എഴുതിയപ്പോൾ ഈ എഴുതിയത് ശിർക്കാണ്. അഥവാ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവും ആയതുകൊണ്ട് ജിന്നിനോട് എന്ത് പറഞ്ഞാലും ശിർക്കാണ് എന്നതാണ് ഇപ്പം മൂപ്പര് അതിന് തെളിവ് പറഞ്ഞത്. അല്ലാതെ ഇസ്ലാമിന്റെ ഉസൂരിയായ നിയമങ്ങളൊന്നും വെച്ചിട്ട് ഓനൊന്നും പറയുന്നില്ല. ഈ വിഷയം കൈകാര്യം ചെയ്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇസ്ലാമിന്റെ ഉസൂലിയായ നിയമങ്ങൾ വെച്ചുകൊണ്ട് ശിർക്കെന്ത് തൗഹീദ് എന്ന നിർവചനങ്ങൾ വെച്ചുകൊണ്ട് ഈ പറഞ്ഞത് എങ്ങനെയാണ് ശിർക്കാവുന്നത് എന്ന് ആരും വിശദീകരിച്ചില്ല. ആകപ്പാടെ പറയാൻ എന്താ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാളോട്, അഥവാ ഗായിബായ ഒരാളോട്. ഇന്ന് മലക്കൊക്കെ എന്താണ്? ഗായിബാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. ഗായിബ് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഗായിബ് എന്ന് പറഞ്ഞാൽ അഭൗതികനോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളവനോ ആണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾക്ക് അദൃശ്യമാണ്. നമുക്ക് അദൃശ്യമായ ഒരു ഗായിബാണ്. അദൃശ്യമായ ഗായിബായ ജിന്നിനോട് ആണ് ഈ പറഞ്ഞത്. എന്തേ പറയുന്നുള്ളൂ? ജിന്നുകളെ മലക്കുകളെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയൊന്നും അല്ല, എവിടെന്നോ അല്ല. തൊട്ടടുത്തൊരു ശബ്ദം കേൾക്കുക. എന്താടാ എന്നൊരു ശബ്ദം കേൾക്കുക. ആ ശബ്ദം കേട്ടപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വെളിച്ചെണ്ടോ എന്ന് പറയുന്നതാണ്. ഈ പറഞ്ഞ വർത്താനത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? ജബ്ബാർ മൗലവി ആ എഴുതിയത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ശിർക്ക് എന്ന് പറയുന്ന കാര്യം ഇന്ന് ഉണ്ടായതല്ലല്ലോ. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ മുതൽ ഇങ്ങോട്ടുണ്ടായ ഒരു കാര്യമാണല്ലോ ഈ ശിർക്ക്. തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് എന്ന് പറഞ്ഞ കാലം അന്നേ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഉണ്ടായിട്ടുള്ള ശിർക്ക് ഇക്കാലം വരേക്കും ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്നൊരു വിശദീകരണം അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പല നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില നിർവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഒന്നാമത്തത് തഫ്താസാനിയുടെ സഅദുദ്ദീൻ തഫ്താസാനി എന്ന് പറയുന്ന ശറഉൽ അഖായിദ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ ഉടമയാണ്. അദ്ദേഹം ഒരു അശ്അരി മാതുരീദി മദ്ഹബുകാരനാണ്. അശ്അരികളും മാതുരീദികളും പറയുന്നതൊന്നും മുസ്ലിമീങ്ങൾക്ക് സലഫികൾക്ക് സ്വീകാര്യമല്ല. എങ്കിലും അദ്ദേഹം ഒരു നിർവചനം പറയുന്നുണ്ട്. ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ എഴുതപ്പെട്ടത് ശിർക്കാണോ അല്ലേ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? തഫ്താസാനി പറയാണ് ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി, ഉലൂഹിയ്യത്തിൽ അള്ളാഹുവിന് ഒരു പങ്ക് ആരോപിക്കലാകുന്നു ശിർക്ക് എന്നാണ്. ഇസ്ബാത്ത് സ്ഥാപിക്കുക, ആ ശരീക്ക് ഒരു പങ്കാളിയെ സ്ഥാപിക്കുക. ഫിൽ ഉലൂഹിയ്യത്തി, ഉലൂഹിയ്യത്തിൽ. എന്ത് ഉലൂഹിയ്യത്തിൽ എന്നറിയോ? അശ്അരികൾക്ക് ആരുടെ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉലൂഹിയ്യത്തിന് രണ്ടർത്ഥം. ഒന്ന് ബി മഅന വുജൂബിൽ വുജൂദി, വുജൂബുൽ വുജൂദാവുക എന്ന നിലക്ക്, അഥവാ സ്വയംഭൂവായി ഉണ്ടാവുക എന്നവൻ എന്ന നിലക്ക്. ഇപ്പൊ സ്വയംഭൂവായി ഉണ്ടാവൻ അങ്ങനെ എല്ലാ വുജൂദിന്റെയും വുജൂദായിട്ട് ഉണ്ടാകേണ്ടവൻ എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് ഇൽമുൽ കലാമിൽ പറയാം. ആ ഇൽമുൽ കലാമിന്റെ ബേസിൽ എഴുതപ്പെട്ടിട്ടുള്ളതാകുന്നു ഈ തൗഹീദ്. മനസ്സിലായി? ഈ തൗഹീദും ശിർക്കും, അതായത് അശ്അരികളുടെയും മാതുരീദികളും ഏതെങ്കിലും ആവട്ടെ, ആ തൗഹീദ് അനുസരിച്ച് അഥവാ വുജൂബുൽ വുജൂദ്, എല്ലാ വുജൂദിന്റെയും വുജൂദായ, അപ്പുറത്തെ വുജൂദായ ആദ്യത്തെ ഉന്മ എന്ന് പറയുന്ന ആദ്യവും അന്ത്യവും ഇല്ലാത്ത ആ ഉന്മ, ആ സംഗതി, ആ സത്ത, ആ ദാത്ത്, ആ അർത്ഥത്തിലുള്ള ഉലൂഹിയത്ത്. അപ്പൊ ഉലൂഹിയത്തിന് രണ്ടർത്ഥ, സ്വയംഭൂവായവനാണ്. അപ്പൊ അങ്ങനെയുള്ള അർത്ഥത്തിൽ ഒരു ശരീക്കിനെ സ്ഥാപിക്കലാകുന്നു എന്ത്? ശിർക്ക് എന്ന് പറഞ്ഞാൽ കമാലിൽ മജൂസികൾ ചെയ്യുന്നത് പോലെ, ഔ ബി മഅന, അല്ലെങ്കിൽ വേറൊരർത്ഥം ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി, ആരാധനക്ക് അർഹതയുള്ളവൻ എന്ന നിലക്ക്. കമാലി അബദത്തിൽ അസ്നാമി, വിഗ്രഹാരാധകന്മാർ ചെയ്യുന്നത് പോലെ അവരുടെ വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യാൻ യോഗ്യതയുള്ളവരാണ് എന്ന നിലക്ക് എന്ത് ചെയ്യുക? അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹിന്റെ സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്ന ശിർക്ക്. അപ്പൊ രണ്ട് തരത്തിലുള്ള ശിർക്ക് ഉണ്ടാകുന്നത്. അപ്പോ തഫ്താസാനിയുടെ ഈ നിർവചന പ്രകാരം ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിൽ ശിർക്ക് വരുന്നത് എങ്ങനെ? നമ്മൾ ഓരോന്ന് വെച്ച് നോക്കാം. ഈ നിർവചന പ്രകാരം ഇവിടെ ഒരു ഇസ്ബാത്തു ശരീക്ക് ഉണ്ടായിട്ടുണ്ടോ? ജബ്ബാർ മൗലവിയുടെ ആ വാചകത്തിൽ ഒരു ജിന്നാകട്ടെ മലക്കാട്ടെ ആരാകട്ടെ തൊട്ടടുത്ത് ശബ്ദം കേൾക്കുന്നു, എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒന്ന് താടാ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ നിർവചന പ്രകാരം ശിർക്കാകുമോ? ഇനി അടുത്ത നിർവചനം. ഇനി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ശിർക്ക് നല്ല എന്താ? പങ്കാളിത്തം വരലാണ്. രണ്ടാൾക്ക് ഒരു സംഗതിയിൽ പങ്കാളിത്തം ഉണ്ടാകും. ഇപ്പൊ ഭാഷയിൽ എന്താ പറയാ? ഞാനിവിടെ ടാഗ് ചെയ്ത വോയിസ് ടെക്സ്റ്റ് നോക്കാം. അന്ന ശിർക ഫിൽ ലുഗത്തി, ഭാഷയിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഹുവ, അതെന്താണ്? ഇത്തിഹാദു ശരീക്കി, ഒരു ശരീക്കിനെ ഉണ്ടാക്കലാണ്, ഒരു പങ്കാളിയെ സൃഷ്ടിക്കലാണ്. യാനി, അതായത് അൻ യുജഅല വാഹിദൻ ശരീക്കൻ ലി ആഖറ, ഒരാൾക്ക് വേറെ ഒരു പങ്കാളിയെ ഉണ്ടാക്കുക. അൻ യുജഅല വാഹിദൻ, ഒരാളെ ആക്കുക ശരീക്കൻ പങ്കാളിയാക്കി ആക്കുക, ലി
ലി ആഖറ, ഒരാളെ പങ്കാളിയാക്കി ആക്കുന്നതിനാണ് ശരീക്ക് എന്ന് പറയുക. അതായത് അശ്റക ഫീ അംരിഹി ഗൈറഹു എന്ന് പറഞ്ഞാൽ, അതായത് അശ്റക ഫീ അംരിഹി ഗൈറഹു, ഒരാൾ തന്റെ കാര്യത്തിൽ വേറെ ഒരു പങ്കാളിയെ കൂട്ടുക. ഇദാ ജഅല ദാലിക്കൽ അംറ ലിൽ ഇസ്നൈനി, ഒരേ കാര്യത്തിൽ രണ്ടാൾക്ക് പങ്കാളിത്തം കൊടുക്കുക. ഉദാഹരണത്തിന് ഒരാൾ കച്ചവടം തുടങ്ങി അയാൾ മുതൽ മുടക്ക് ഉണ്ടാക്കിയതാണ്. 1 കോടി രൂപ മുതൽ മുടക്കിൽ എന്ത് ചെയ്തു, അയാൾ ഒരു കച്ചവടം തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി ഈ 1 കോടി എന്നെ കൊണ്ട് വഹിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അതിന്റെ ബാധ്യത വഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 50 ലക്ഷത്തിന്റെ ഷെയർ വേറെ കൊടുത്തു. ഈ ആദ്യം 1 കോടിയുടെ കച്ചവടം ഒരാളെ കയ്യിലായിരുന്നു. അപ്പോൾ എന്തായി, 2 ആളെ കയ്യിലായി. അങ്ങനെ ഒരാൾക്കുള്ള അധികാരത്തിൽ അവകാശത്തിൽ മറ്റേ ആളെയും കൂടി പങ്കാളിയാക്കുക എന്നതിനാണ് എന്ത് പറയുക, അതിനാണ് ശരീക്കാക്കുക, അതിനാണ് മുസാറക്ക എന്ന് പറയുക. അതാണ് ഭാഷയിൽ ഉപയോഗിക്കുക. അപ്പൊ തത്താസാനി നേരത്തെ പറഞ്ഞ പ്രകാരം സ്വയംഭൂവായി ഉണ്ടായവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന് സമപ്പെടുത്തുമ്പോഴാണ് വേറൊരു സ്വയംഭൂയായ വേർത്തനുണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്തായി, അവിടെ ശരിക്കായി പങ്കാളിയായി. ഇനി അള്ളാഹുവിന് അർഹതപ്പെട്ട ഇബാദത്ത് ഒരു കാര്യത്തിൽ വേറെയും കുറച്ച് ആൾക്കാർക്ക് പങ്കാളിണ്ട്. അള്ളാഹിനെ ഇബാദത്ത് എടുക്കാം, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് എടുക്കാം എന്ന് വന്നപ്പോൾ എന്തുണ്ടായി, ഇബാദത്ത് എടുക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെയും പങ്കാളിയാക്കി. അപ്പോൾ അവിടെ എന്തായി, ശരിക്കായി. ഈ ജബ്ബാർ മൗലവി എഴുതിയെടുത്ത് എവിടെങ്കിലും അള്ളാഹുവിൽ ഒരു പങ്കാളിത്തം ആരോപിക്കുന്നുണ്ടോ? അള്ളാഹു സ്വയംഭൂ ആണ്, അതുപോലെ സ്വയംഭൂ ആയവൻ വേറൊരുത്തനുണ്ട് എന്ന വാദം ജബ്ബാർ മൗലവി ഈ വരികളിലുണ്ടോ? ഇബാദത്തിൽ പങ്കാളിയാക്കുക എന്നുള്ള വാദം അതിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ശിർക്കായി എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇനി അടുത്ത വോയിസ് കേൾക്കുക, അടുത്ത നിർവചനം പറയാം. ഞാൻ ഈ ടാഗ് ചെയ്ത് വെച്ചിട്ടുള്ള ടെക്സ്റ്റ് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ തൗഹീദിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ കേട്ടോ, മഅന വഹത്തല്ലാഹ, നീ അള്ളാഹുവിനെ ഏകനാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എഴുത്തഖത്തഹു, നീ അവനെ കുറിച്ച് വിശ്വസിച്ചു എന്നാ. എങ്ങനെ വിശ്വസിച്ചു? മുൻഫരിദൻ, ഏകനാണ് എന്ന്. ബിദാത്തിഹി, അള്ളാഹു അവന്റെ സത്തയിൽ ഏകനാണ്. പിന്നെയോ വസിഫാത്തിഹി, അവന്റെ വിശേഷണങ്ങളിലും ഏകനാണ്. ലാ നളീറ ലഹു, അവന് തുല്യനായിട്ട് ആരുമില്ല, സിഫാത്തിൽ തുല്യനായിട്ട് ആരുമില്ല. വലാ ശബീഹ ലഹു, അവന് ശബീഹായിട്ട്, ശബീഹ എന്നാൽ അവനോട് സാദൃശ്യപ്പെട്ടവനും ഇല്ല എന്ന് നീ വിശ്വസിക്കലാണ് അള്ളാഹു ഏകനാക്കി എന്ന് പറഞ്ഞാൽ. വക്കീല, ഇനി ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട്, സലബ്ത അൻഹുൽ കൈഫിയത്ത വൽ കമ്മിയത്ത, അള്ളാഹുവിങ്കിൽ നിന്നും അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ച് അതിന്റെ കമ്മിയത്തിൽ നിന്നും കൈഫിയത്തിൽ നിന്നും കമ്മിയത്തിനെയും കൈഫിയത്തിനെയും നീ ഊരിയെടുത്തു എന്നർത്ഥം. കമ്മിയത്ത് എന്താ? കമ്മ് എന്ന് പറഞ്ഞാൽ അളവാണ്, കൈഫ് എന്ന് പറഞ്ഞാൽ രൂപമാണ്. അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ച് അതിന് കമ്മുമില്ല കൈഫുമില്ല എന്ന് പറയലാണ്. ബഹുവ വാഹിദും ഫിദാത്തിഹി, കാരണം അവനവന്റെ ദാത്തിൽ അവന്റെ സത്തയിൽ ഏകനാണ്. ലൻഖിസാമ ലഹു, അവന് വിഭജിക്കാൻ പറ്റൂല. വഫീ സിഫാത്തിഹി ലാ ശബീഹ ലഹു, അവന്റെ വിശേഷണങ്ങളിലാകട്ടെ അവന് ശബീഹായി സാദൃശ്യപ്പെട്ടവനുമില്ല. വഫീ ഇലാഹിയത്തിഹി, അവന്റെ ആരാധ്യതയിലാകട്ടെ, വമുൽക്കിഹി, അവന്റെ ആധിപത്യത്തിലാകട്ടെ, വതദ്ബീരിഹി, അവന്റെ നിയന്ത്രണത്തിലാകട്ടെ, ലാ ശരീക ലഹു, അവന് പങ്കുകാരും ഇല്ല. ലാ റബ്ബ സിവാഹു, അവനല്ലാത്തൊരു റബ്ബില്ല. വലാ ഖാലിഖ ഗൈറുഹു, അവനല്ലാത്തൊരു ഖാലിഖുമില്ല. അപ്പൊ ഇങ്ങനെ വിശ്വസിക്കുന്നതിനാണ് എന്ത് പറയാ, അള്ളാഹുവിനെ ഏകനാക്കി എന്ന് പറയാം. ഈ പറഞ്ഞ നിർവചനത്തിനും എന്തുണ്ട്? അശ്അരിയത്തിന്റെയും മാതുരീദിയത്തിന്റെയും ടച്ചുണ്ട്. അശ്അരി മാതുരീദി വിശ്വാസ സരണിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ ഒരു താരീഫാണ് തൗഹീദിന് ഈ കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആകട്ടെ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തത്വത്തിന് വിരുദ്ധമായ വല്ല കാര്യവും ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ദാത്തിൽ പങ്കാളിത്തുണ്ടോ? വഴി നടന്നു പോകുന്ന ഒരാൾ, ഇരുട്ടത്ത് നടന്നു പോകുന്ന ഒരാൾ ആരെയും കാണില്ല, ഒരു വെളിച്ചം കിട്ടാത്ത തിരക്കുള്ള അഭിപ്രായമുള്ള സമയത്ത് തൊട്ടപ്പുറന്ന് എന്തോടോ എന്നൊരു വിളി കേട്ടു, എൻ്റെ കയ്യിൽ വിളക്കുണ്ട് കൊണ്ടുവരാ എന്ന് തിരിച്ചു പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഓൻ ആരാകട്ടെ, ഓൻ ശൈത്താനാകട്ടെ, ഓൻ മലക്കാകട്ടെ, ഓൻ ജിന്നാകട്ടെ, എന്ത് സാധനങ്ങളാകട്ടെ, ആരാകട്ടെ, ആ പറഞ്ഞത് ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ദാത്തിൽ പങ്കാളിയാക്കലാണോ? അള്ളാഹിന്റെ സിഫത്തിൽ പങ്കാളിയാക്കലാണോ? അള്ളാഹുവിന്റെ അഫ്ആലിൽ പങ്കാളിയാക്കലാണോ? അവിടെ എങ്കിലും സാദൃശ്യമുണ്ടോ? അവിടെ വല്ല തുല്യത വരുത്തലുണ്ടോ? ഇതൊന്നും ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ അത് ശിർക്കായി? അതിനൊരു ഉത്തരം കിട്ടണ്ടേ? നമ്മൾ ഉസൂലിയായി ഇവിടെ ചർച്ച ചെയ്യുന്നത് 900 കൊണ്ടുള്ള കളിയല്ലത്, മനസ്സിലല്ലേ? റഷീദ് കണിയാരിയാകട്ടെ, ഈ പറഞ്ഞ ഇവിടെ വന്നിട്ടുള്ള ചോദ്യകർത്താക്കളാകട്ടെ, ഏവനാണെന്നാൽ ശരി, എന്നെപ്പറ്റി തോന്നിവാസം പ്രചരിപ്പിച്ച് നടക്കുന്നവരാകട്ടെ, നിങ്ങൾക്ക് തൻ്റെ ഉണ്ടെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ, നിങ്ങളെ പുറത്ത് നട്ടെല്ലിൻ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴനാരാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, മനസ്സിലായോ? ഇത് ഉസൂലിയായി ഇൽമ വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. നിങ്ങൾക്ക് തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും കണ്ടേ. ഇനി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ ഒറിജിനൽ സലഫികൾ തൗഹീദിനെയും ശിർക്കിനെയും നിർവചിച്ച് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം. ഞാൻ ടാഗ് ചെയ്ത് എന്താ ഒറിജിനൽ സലഫികൾക്ക് പറയല്ല. അശ്ശിർക്കുൽ അക്ബർ, അക്ബറായ ശിർക്ക്, അതായത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്ത് ചാടിച്ച് കളയുന്ന കൊടിയ ശിർക്കുണ്ടല്ലോ, അത് ഹുവ, അതെന്താ സാധനം? അയ്യസ്രിഫ, തിരിച്ചുവിടലാണ്, ലിഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരിലേക്ക്, മാ ഹുവ മഹദു ഹഖില്ലാ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ തിരിച്ചുവിടലാണ്.
ഏതിൽ നിന്ന്? മിൻ റുബൂബിയത്തിഹി, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ നിന്ന്. റബ്ബ് അള്ളാഹു മാത്രമാണ്, ഖാലിഖ് അള്ളാഹു മാത്രമാണ്, റാസിഖ് അള്ളാഹു മാത്രമാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽപ്പെട്ട അവന് മാത്രം മഹലായ അവകാശമുള്ള കാര്യത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടലാണ്. വ ഉലൂഹിയത്തിഹി, രണ്ടാമത്തെ അവന്റെ ആരാധ്യതയിൽ നിന്ന്, ആരാധിക്കപ്പെടാൻ യോഗ്യനായിരിക്കുക എന്ന അള്ളാഹുവിന്റെ സിഫത്തിൽ അർഹതപ്പെട്ടവനായ അള്ളാഹു മാത്രമാണ് വിശ്വസിക്കുന്നതിന് പകരം ആരാധന മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടലാണ്. വ അസ്മാഇഹി വ സിഫാത്തിഹി, അള്ളാഹുവിന്റെ ഇസ്മുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും അവന് മാത്രമുള്ളതാണ്. ആ അസ്മാവും സിഫാത്തും അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുകയും തിരിച്ചുവിടുകയും ചെയ്യലാണ്. വഹാദ ശിർക്കു, ഈ പറഞ്ഞിട്ടുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ താറത്തൻ യകൂനു ലാഹിറൻ, അത് ചിലപ്പം പ്രത്യക്ഷമായി പ്രകടമായി വരും. താറത്തൻ യകൂനു ഹഫിയൻ, ചിലപ്പോൾ അത് ഹഫിയായി മറിഞ്ഞിരിക്കും. പ്രത്യക്ഷമായതുണ്ട്, പരോക്ഷമായതുണ്ട്, ഹഫിയായതുണ്ട്. വഖദ് യകൂനു ഫിൽ ഇഅ്തിഖാദി, ചിലപ്പോൾ ഈ ശിർക്ക് എന്ന് പറയുന്നത് വിശ്വാസത്തിൽ വരാം. രണ്ടാമത്തെ വൽ അഫ്ആലി, മനുഷ്യന്റെ പ്രവർത്തനത്തിൽ വരാം. മൂന്നാമത്തെ വൽ അഖ്വാലി, വാക്കുകളിൽ വരാം. വാക്കുകളിലോ പ്രവൃത്തികളിലോ ഇഅ്തിഖാദ് വിശ്വാസങ്ങളിലോ ഖഫിയായോ ലാഹിറായോ ഇത് പ്രത്യക്ഷപ്പെടാം. ഏത് പ്രത്യക്ഷപ്പെടാം? അള്ളാഹുവിന് മാത്രം മഹലായി അവകാശപ്പെട്ടിട്ടുള്ള അവന്റെ റുബൂബിയത്ത്, അവന്റെ ഉലൂഹിയത്ത്, അവന്റെ അസ്മാഉ സിഫാത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഒരാളിലേക്ക് തിരിച്ചുവിടുകയോ അതിന് സമാനപ്പെടുത്തുകയോ ചെയ്യുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് ആരോടാകട്ടെ, അങ്ങനെ ചോദിച്ചാൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കാളിയാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ പങ്കാളിയാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ അഫ്ആലുകൾ പങ്കാളിയാക്കുന്നുണ്ടോ? എവിടെയാണ് ഈ പങ്കാളിത്തം വരുന്നത്? പങ്കാളിത്തം വരാതെ എങ്ങനെ ശിർക്ക് വരും? അതുകൊണ്ട് അത് നിങ്ങൾ വ്യക്തമാക്കണം. ഇനി അടുത്ത നിർവചനം പറയാം. ഈ ടാഗ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റ് ഇതും ഒറിജിനൽ സലഫികൾ തൗഹീദിനും ശിർക്കിനും പറഞ്ഞിട്ടുള്ള നിർവചനം കേട്ടോ. അൽ മബഹത്തുൽ അവ്വൽ, ഒന്നാമത്തെ മബഹത്ത് തന്നെ താരീഫു ശിർക്കിൽ അക്ബർ, ഒരാളെ ഇസ്ലാമിക മില്ലത്തിൽ നിന്നും പുറത്താക്കി കളയുന്ന ശിർക്കിന്റെ താരീഫ്, ശിർക്ക് അക്ബറിന്റെ താരീഫാണ്. എന്താണ് അശ്ശിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ? ഹുവ, അത് അയ്യത്തഹിദ ശരീക്കൻ, ഒരു ശരീക്കിനെ സ്വീകരിക്കലാണ്. ഔ നിദ്ദൻ, അല്ലെങ്കിൽ തുല്യനെ സ്വീകരിക്കലാണ്. ലില്ലാഹി, അള്ളാഹുവിന്. എന്ത് കാര്യത്തിൽ? ഈ റുബൂബിയത്തി, റബ്ബാവുക എന്ന വിഷയത്തിൽ. ഔ ഉലൂഹിയത്തിഹി, അല്ലെങ്കിൽ ഇലാഹാവുക, ആരാധ്യനാവുക എന്ന നിലക്ക്. ഔ അസ്മാഇഹി വ സിഫാത്തിഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാവുകളിലോ അവന്റെ സിഫാത്തുകളിലോ വേറെ ഒരു തുല്യനുണ്ട്, പങ്കുള്ളവനുണ്ട്, സാദൃശ്യപ്പെട്ടവനുണ്ട്, സമപ്പെട്ടവനുണ്ട് എന്ന നിലക്ക് ഒരു ശരീക്കിനെ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയാ? ശിർക്ക് അക്ബർ എന്ന് പറയാം. അപ്പോൾ ശിർക്കുൽ അക്ബർ യകൂൻ, അത് ആകും ശിർക്ക് അക്ബർ ഫിൽ ഇഅ്തിഖാദാത്തി, വിശ്വാസത്തിൽ വരുവാൻ. ഇതുപോലെ അള്ളാഹുവിന് പുറമെ വേറെ ആരെങ്കിലും ആരാധനക്ക് അർഹതപ്പെട്ടവനാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അതെന്തായി? ഇഅ്തിഖാദിൽ, വിശ്വാസത്തിലുള്ള ശിർക്കായി. വയകൂനു ഫിൽ അഅമാലി, ഇനി ഇതേ ശിർക്ക് തന്നെ അമൽ, പ്രവർത്തനത്തിൽ വരും. കദ്ദിബഹി ലിഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുന്നത് പോലെ. മൊയ്തീൻ ശൈഖിന് ആണ്ടിലേക്ക് നേർച്ചയാക്കുക, എന്നിട്ട് അറിവ് നടത്തുക. ബദരീങ്ങൾക്ക് വേണ്ടി അർക്കുക, വിഗ്രഹങ്ങൾക്ക് വേണ്ടി അർക്കുക, അതൊക്കെ എന്താ? അമലിൽ വരുന്ന ശിർക്കാണ്. വയകൂനു ഫിൽ അഖ്വാൽ, ഇനി ആ ഖൗലിൽ, വാക്കിൽ വരുന്ന ശിർക്ക് വരും. കദുആഇ ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, കണ്ടോ? അള്ളാഹുവിനല്ലാതെ വേറെ അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരോട് തേടുക, കണ്ടോ? അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടം ശിർക്കാകണമെന്ന് വേണം. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ അള്ളാഹുവിന് തുല്യരായി, പങ്കാളിയായി വേറൊരാളെ പ്രാർത്ഥിക്കുക. അത് ഖൗലിൽ വരുന്ന ശിർക്കാണ്. ഇതാണ് ശിർക്ക് അക്ബർ എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള വഴി നടന്നു പോകുന്ന ഒരാൾ വെളിച്ചം ആവശ്യമായി വന്നപ്പോ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ഹോ എന്നൊരൊച്ച കേട്ടപ്പോ, ചങ്ങാതി, നിന്റെ കയ്യിൽ വെളിച്ചമുണ്ടോ, അത് തരാമോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഈ പറഞ്ഞിട്ടുള്ള അഫ്ആലുകളിൽ ശിർക്കുണ്ടോ? ഖൗലിൽ ശിർക്കാണോ? ഫിഇലിൽ ശിർക്കാണോ? ഇഅ്തിഖാദിൽ ശിർക്കാണോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശിർക്ക് അക്ബറായിട്ട് നിങ്ങൾ പറയും? അംർ ബിൻ ലുഹയ്യിന്റെ സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ വാചകത്തെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? അതാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, അതായത് എല്ലാ വോയിസും റഷീദ് കേട്ടിട്ടില്ല, കേൾക്കില്ല. നമുക്ക് അവനോട് പറയാനുള്ളത്, ഞാൻ അവസാനം തൗഹീദിന്റെയും ശിർക്കിന്റെയും നിർവചനം പറഞ്ഞുകൊണ്ട് ഉലമാക്കന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ നിർവചന പ്രകാരം ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ആ ഭാഗം ശിർക്കാകുന്നു എന്ന് തെളിയിക്കണം. മനസ്സിലെ, രാത്രിയുടെ ഇരുളിൽ നടന്നു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്ത് ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ഒരു ജിന്നാണെന്ന് വിചാരിച്ചിട്ട്, എടാ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണോന്ന് തരാ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ആരാധനയാണ്, പ്രാർത്ഥനയാണ്, അതുകൊണ്ട് ശിർക്കായി പോകുന്ന കാര്യമാണ് എങ്കിൽ ശിർക്കിനെ ഉലമാക്കന്മാര് നിർവചിച്ചിട്ടുള്ള, ശിർക്ക് എന്ന് പറഞ്ഞാൽ പരസ്പര തുല്യത വരലാണല്ലോ, ഈ വിഷയത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിനോട് തുല്യത വരുന്നത്? അത് വിശദീകരിക്കാൻ എത്ര ടൈമാണ് അവന് വേണ്ടതെന്ന് അവനോട് ചോദിക്കാം. ആ സമയം അവന് കൊടുക്കും. അതല്ലെങ്കിൽ
അവന് രണ്ടാമത്തെ ഒരു ഉപചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ 3 മിനിറ്റ് സമയം എടുത്തിട്ട് ഒരു ഉപചോദ്യം ചോദിക്കാം. അല്ലാത്ത ദർ ഈസ് നോ എ തേർഡ് ഓപ്ഷൻ ഓന് കൊടുക്കാൻ പറ്റിയ. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ ബാറകല്ലാഹു ഫീക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.